ഹായ്. അപ്പോൾ ഇന്ന് കുറച്ച് തോനെ പണികളുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീച്ചിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് തിളക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ചായക്ക് കടി നൂൽപുട്ടാണ് ട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനേക്കും വെള്ളം വേണം. പിന്നെ മക്കൾക്ക് മദ്രസയിൽ പോകുമ്പോൾ ഇത് കലക്കി കൊടുക്കലുണ്ട് ഹോർലിക്സ്. അപ്പോൾ അതിനും കൂടി രണ്ടിനും കൂടി അങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അരിപ്പൊടി തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളക്കാൻ വെച്ചതുണ്ടല്ലോ, അപ്പോൾ വെള്ളം തിളക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടുവെള്ളത്തിൽ തിളച്ച വെള്ളത്തിലാണ് വാട്ടിയെടുക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് നൂൽപുട്ട് ഇങ്ങനെ ചുറ്റാൻ അധികം ഇങ്ങനെ ടൈറ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ നമ്മൾ തിളച്ച വെള്ളം കൊണ്ട് ഇങ്ങനെ പൊടി കുഴച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനിങ്ങനെയാണ് നൂൽപുട്ടിന് കുഴക്കൽ. അപ്പോൾ ഇതാ ചൂടുകൊണ്ട് ഞാൻ സ്പൂണായിട്ടാണ് തിളക്കുന്നത്, ചൂടായതുകൊണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ കുഴക്കാം. അപ്പോൾ ബാക്കി വെള്ളം അവിടെ തിളക്കുന്നുണ്ട്. അപ്പോഴത്തേന് കുറച്ച് ഹോർലിക്സ് ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് മക്കൾക്ക്. അപ്പോൾ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 7 മണിക്കാണ് ട്ടോ മദ്രസ സ്കൂളില്ലാത്തതിനെ കൊണ്ട്. അപ്പോൾ അത് അതിലേക്ക് പിന്നെ നൂൽപുട്ടൊക്കെ പിന്നെ തേങ്ങാപ്പാലാണ് ട്ടോ. അപ്പോൾ നൂൽപുട്ടൊക്കെ അവിടെ ആക്കണം വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4-5 പച്ചക്കായ ഉണ്ടായിരുന്നു ട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്ന് കറി വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരടുപ്പത്ത് ചോറ് ഒരടുപ്പത്ത് കറിയും വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ തിരുമ്പാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതാ തിരുമ്പലൊക്കെ കഴിഞ്ഞതാ കറിയൊക്കെ ആയി. കറി കഴിഞ്ഞപ്പോൾ വെക്കാതെ ചോറ് പാത്രത്തിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ കറിയൊക്കെ പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം മീൻ പൊരിക്കലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടതാ. മീനൊക്കെ പിന്നെ തലേന്ന് കൊണ്ടുവരുമ്പോൾ ഞാൻ അങ്ങനെ മുറിച്ച് വെക്കലാണ്. അപ്പോൾ ഇതാ ചോറും അതിൽ മീനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ചാറും ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് പോയി. ഇപ്പം ജനമോളും ഞാനും ചായ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം എന്താ നൂൽപുട്ടും തേങ്ങാപ്പാലും ഉണ്ട്. അപ്പം ഇനി ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒന്ന് കുറച്ച് പച്ചരി ഉണ്ട് കഴുകി വെയിലത്തിടാൻ വേണ്ടിയിട്ട്. വെയിലൊന്നും വലിയ വെയിലൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അരി അങ്ങനെ വെയിലത്തിടാനുണ്ട്. അപ്പോൾ ഞാൻ കഴുകി ഊറ്റി വെച്ചിരുന്നു. അപ്പം പിന്നെ മദ്രസ ഇട്ട് വന്നതിൻ്റെ ശേഷം ഞാൻ ജസ്ലിയും കൂടെ മിച്ചുവിനും ജനനെയും കാണാതെ മേലെ കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾക്കായി മുന്നിൽ ഓരും കയറിയിരിക്കണം കേട്ടോ. അപ്പം ഞങ്ങളവിടെ നിന്ന് നാവൽപ്പഴത്തിന്മേൽ കുറച്ച് അധികം നാവലും പൂവിട്ടിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം. അപ്പോൾ അതാ വാർപ്പിൻ്റെ മേലെ അരി ഉണക്കാൻ കയറിയപ്പോൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ പൊട്ടിക്കാൻ എത്തൂട്ടോ വാർപ്പിൻ്റെ മേലെ കയറിയില്ല. അപ്പോൾ ഇങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം. അപ്പോൾ താഴത്തേക്കും വീണുണ്ട്, നല്ല പൂത്തുക്കണം. പിന്നെ അതിന്മേലൊരു ഊഞ്ഞാലും കെട്ടിയിട്ടുണ്ട്. അപ്പോൾ മക്കളിങ്ങനെ ആടുന്നതിനെ കൊണ്ട് കുറേ പൂവ് അങ്ങനെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം മിച്ചും വാർപ്പിൻ്റെ മേലെ കയറുമ്പോൾ പേടിയാണ് കേട്ടോ. അതിൻ്റെ വക്കത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പോൾ നാവൽ പഴം പല വലിപ്പമുണ്ട് കേട്ടോ, പക്ഷെ നല്ല മധുരമുണ്ട്. ചിലതിന് അങ്ങനെ വലിയ കുരുവൊന്നും ആയിട്ടില്ല, ചിലത് കുരുവില്ലാത്ത അങ്ങനെയൊക്കെ പല ഐറ്റം ഉണ്ട് ഇതിൽ. പക്ഷെ ഇത് നാവൽ ബെഡാണ് കേട്ടോ, ആ നീണ്ട നാവൽ. അങ്ങനെ ആണ് വാങ്ങി വെച്ചപ്പം വാങ്ങിയത്. അപ്പോൾ ഇതാ കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താഴത്ത് ജസ്ലി അവിടെ പൊട്ടിച്ചതൊക്കെ ഇങ്ങനെ ഒരു ഭാഗത്ത് വെച്ചിരുന്നു. എന്നെ മോക്ക് പിന്നെ കണ്ടപ്പോൾ ഇങ്ങനെ ആയിരുന്നു കുറേ ഇതേപോലെ ഇങ്ങനെ ഇതാകുമ്പോൾ ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും അങ്ങനെ പൊട്ടിക്കുമ്പോൾ. വെച്ചാൽ താഴത്ത് വെക്കുമ്പോൾ ഒരു ഭാഗം ഇങ്ങനെ അലിഞ്ഞ് പോവും. അപ്പോൾ പിന്നെ മണ്ണൊക്കെ ഇതാകുമ്പോൾ പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ലപോലെ നല്ല വൃത്തിയിൽ കിട്ടിയിരുന്നു. അപ്പോൾ അതങ്ങനെ പൊട്ടിക്കണ്ട. പിന്നെ ആ വടിയോണ്ട് ഇങ്ങനെ അടിക്കുമ്പോൾ താഴത്തേക്കും പോകും. താഴത്തുനിന്നും ഇങ്ങനെ പൊട്ടിക്കണുണ്ട്. താഴത്തുനിന്ന് പിന്നെ ഞങ്ങൾ തോട്ടിയായിട്ട് എത്തുന്നിടത്തുള്ളതൊക്കെ ഇങ്ങനെ പൊട്ടിക്കൂട്ടാം. അപ്പോൾ ഇപ്രാവശ്യം കുറേ ഉണ്ടായിക്കണം. അപ്പോൾ ഇതാ ജിച്ചും ജസ്ലിയാണ് ഇപ്പോൾ ഇത് പൊട്ടിക്കണത്. ഊഞ്ഞാലമ്മ ഭയങ്കര ആട്ടാവും. അപ്പോൾ പിന്നെ പൂവൊക്കെ കുറേ അങ്ങനെ കൊഴിഞ്ഞു പോയിക്കണം. അപ്പോൾ ഇതാ അവരതൊക്കെ ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ട്. ഇതാ പൊട്ടിച്ചത് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മേലെ നിന്ന് പൊട്ടിച്ചതാണ് ഇപ്പോൾ ഇത്. പിന്നെ താഴത്തേക്ക് വീണതുകൊണ്ട് താഴത്തേക്ക് ഇതാ ഊഞ്ഞാലാട്ടം കൊണ്ടാണ് കേട്ടോ പൂവൊക്കെ കൊഴിഞ്ഞു പോണത്. ടയറായിട്ട് ഊഞ്ഞാൽ പറ്റിയതാണ്. അപ്പോൾ സ്കൂളില്ലാത്തത് കൊണ്ട് മക്കൾ അയിമ ആടാൻ തല്ലാണ്. അപ്പോൾ ഇതിനിതാ ഞാനിത് അരിയൊക്കെ ഒന്ന് പരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വെയിൽ കണ്ടപ്പോൾ ഒന്ന് കഴുകിയിട്ടതാണ്. അപ്പോൾ അരി കൊണ്ടുവന്ന കൊട്ടയിലിട്ടുണ്ട് നാവൽപ്പഴം കൊണ്ടുപോകണത്. നാവൽപ്പഴം കൊണ്ടുപോകണ കൊട്ട കണ്ടാൽ വിചാരിക്കും അതിൻ്റെ ഒരു ഭാഗത്തൊക്കെ ഉള്ളൂ. ഇപ്പോൾ അത് ഉപ്പിട്ടിട്ട് തിന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കൊണ്ടുപോകണത്. അപ്പോൾ അരിയിടലൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാനിതാ കുറച്ച് കുകപ്പൊടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നൂൽപുട്ടൊക്കെയുള്ള തേങ്ങാപ്പാൽ ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ ആ തേങ്ങാപ്പാൽ വെറുതെ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് കുകപ്പൊടി
ഞാനിവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞങ്ങളിവിടെ അടുത്തുള്ള പറമ്പിൽ നിന്ന് അവരോട് ചോദിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ പറിച്ച് വരണ്ടി അങ്ങനെ അതിൻ്റെ വേരും ഇതൊക്കെ കളഞ്ഞ് അങ്ങനെ മില്ലിൽ കൊണ്ടുപോയി അരച്ച് കൊടുന്ന് അങ്ങനെ കുറേ പണിയെടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു പൊടിയായി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല സാധനമാണല്ലോ കൂവപ്പൊടി. അപ്പം ഞാനത് കുറച്ച് തേങ്ങാപ്പാലുണ്ടായപ്പോൾ ആ തേങ്ങാപ്പാലിലൊന്നുണ്ട് വിരകി എടുക്കണം കേട്ടോ. നമുക്കിത് ലൂസായിട്ടും ഉണ്ടാക്കാം, പിന്നെ ഇങ്ങനെ കട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കട്ടെ. അപ്പം ഇന്നിപ്പോൾ ഞാൻ കുറച്ച് കട്ടിയിൽ വിരകിയ പോലെയാണ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ അതാ പൊടി ഞാൻ നല്ല കട്ടൊന്നും ആവാതെ ഇങ്ങനെ കലക്കി കൊടുത്തിട്ട് എന്നിട്ട് പിന്നെ അപ്പോൾ ഇതങ്ങനെ വിരകി എടുത്തിട്ട് കുറച്ച് ഒരു ഉപ്പും പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാറിയതിന് ശേഷം കുടിക്കണം. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് അച്ചാർ ഇന്നലെ രാത്രി അച്ചാറിൻ്റെ മേലെ ഇങ്ങനെ ആ സീല് നമ്മൾ ഇസ്തിരി ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ചെയ്തതാണ്. അപ്പോൾ പിന്നെ അതിമ സ്റ്റിക്കർ ഒട്ടിക്കാൻ പിന്നെ ടൈം ഉണ്ടായിരുന്നില്ല, നേരം വൈകിയപ്പോൾ പിന്നെ അതങ്ങനെ അവിടെ വെച്ച് ഇനി പിന്നെ രാവിലെ ആയിട്ടും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാനിപ്പോൾ പണിയും എൻ്റെ കുളികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം. അപ്പോൾ സ്റ്റിക്കറൊക്കെ ഇന്നലെ തന്നെ പിന്നെ കൈമ ഡേറ്റും സീലൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒന്ന് ഒട്ടിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഒട്ടിച്ചുകൊണ്ട് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഞാൻ ഒട്ടിച്ചതാണ്, ഒട്ടിക്കാണ്. അപ്പോൾ സ്റ്റിക്കർ ഒരു 5-6 കുപ്പി ബാക്കിയുണ്ട് കേട്ടോ. സ്റ്റിക്കർ തികയാത്ത ഇനിയിപ്പോൾ അത് കൊടുന്നിട്ട് ബാക്കി ഒട്ടിക്കാണ്ട്. സ്റ്റിക്കർ ഒട്ടിക്കാൻ എളുപ്പമാണ് കേട്ടോ. നമ്മൾ നെയിൽ സ്ലിപ്പ് ഒട്ടിക്കണം മാതിരി അതിൻ്റെ മേലത്തെ ഇതിങ്ങനെ ചീന്തി എടുത്തതിന് ശേഷം പിന്നീട് ഒട്ടിക്കുക വെച്ചാൽ ഒട്ടിക്കാൻ കുഴപ്പമൊന്നുമില്ല, സിമ്പിളാണ്. പക്ഷെ നല്ല ഫിനിഷിങ്ങിൽ നമ്മൾ ചുളിവൊന്നും വരാതെ ഒട്ടിക്കണം കേട്ടോ. അപ്പോൾ അത് അത്രയും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 5-6 കുപ്പി ബാക്കിയുണ്ട് കേട്ടോ. സ്റ്റിക്കർ തികയാതെ വന്നതാണ്. ഇനിയിപ്പോൾ അത് ഇന്ന് സ്റ്റിക്കർ കൊടുന്നതിൻ്റെ ശേഷം പിന്നെ ഇനിയിപ്പോൾ അത് ബാക്കിയുള്ളത് അങ്ങനെ ഒട്ടിക്കണം. പിന്നെ ഇനിയിപ്പോൾ അടുത്ത് മാങ്ങ ഇന്നലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മാങ്ങ ഉണ്ട്, അത് ഇനിയിപ്പോൾ അച്ചാറിടാനുണ്ട്. ഇനിയിപ്പോൾ അത് ഇന്ന് ഏതായാലും ഇടുന്നില്ല, നാളെ ഇടണം. അപ്പം ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജനമോൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. അപ്പോൾ ചോറിന് പച്ചക്കായ കറിയും പിന്നെ മീൻ പൊരിച്ചതും അച്ചാറൊക്കെ ഉണ്ട്. അപ്പം ഞാനും ജനമോളും കൂടെ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ജനമോൾ ഈ ഒരു സ്റ്റൂളുമ്മലാണ് ഇരുന്ന് ചോറ് കഴിക്കുന്നത്. അപ്പോൾ അതിനെ അവൾക്ക് ഇങ്ങനെ വാരി കൊടുക്കണം. പിന്നെ അപ്പോൾ മുറ്റത്ത് കുട്ടികൾ സ്കൂളിലാത്തതുകൊണ്ട് കുറേ എല്ലാവരും കൂടി ഇരുന്ന് ഊഞ്ഞാലാടാൻ തല്ലാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം ബൈ.